യോഹന്നാൻ സ്ലീഹ ഒരു ദർശനം കാണും. എന്താണ് ദർശനം എന്നറിയോ? വെളിപാട് പുസ്തകം 14 അധ്യായം 6 വചനമാണ്. ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 14 വേഴ്സ് 6. 6 വചനം എന്താ പറയുന്നത്? നിങ്ങൾ ഉച്ചത്തിലെ വചനം വായിച്ച്. മധ്യാകാശത്ത് പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു. ആരാ കണ്ടത്? യോഹന്നാൻ സ്ലീഹ കാണുകയാണ്. എന്താണ് ആ ദൈവദൂതന്റെ പ്രത്യേകത? ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും സകല ഗോത്രങ്ങളോടും സകല ഭാഷകളോടും എല്ലാ ലോകരാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവന്റെ പക്കലുണ്ട്. ഒരു സനാതന സുവിശേഷം, ഇറ്റേണൽ ഗോസ്പൽ, നിത്യതയുടെ സുവിശേഷം. ശ്രദ്ധിക്കണം നിങ്ങളത്. സനാതന സുവിശേഷം എന്ന് പറയുന്നത് ഇറ്റേണൽ ഗോസ്പൽ ആണ് എന്ന് പറഞ്ഞാൽ നിത്യതയുടെ സുവിശേഷം ആ ദൈവദൂതന്റെ കൈവശം യോഹന്നാൻ സ്ലീഹ കാണുകയാണ്. എല്ലാ രാജ്യങ്ങളോടും എല്ലാ ജനപദങ്ങളോടും എല്ലാ ഭാഷക്കാരോടും ഈ ലോകത്തിലുള്ള സകല മനുഷ്യരോടും പ്രഖ്യാപിക്കുവാനുള്ള സുവിശേഷം എന്താണ്? അത് നിത്യതയുടെ സുവിശേഷമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറയ്ക്ക് ഇന്ന് ആവശ്യം ആയിരിക്കുന്നത് വിദ്യാഭ്യാസം വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം. അവർ നല്ല പ്രൊഫഷണലിസ്റ്റ് അവർക്ക് ഉണ്ടാകണം. നല്ല വളരെ ക്രിയേറ്റീവായ ഐഡിയാസ് ഉണ്ടാകണം. അതുപോലെ വളരെ കോമ്പറ്റീറ്റീവായി ലോകത്തിൽ അവർ വളരെ വളരെ ബുദ്ധിയോടെ വിവേകത്തോടെ പരിജ്ഞാനത്തോടെ നമ്മുടെ മക്കൾ ജീവിക്കണം, വളരണം. ഇതൊക്കെ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ മക്കൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്താണ്? നിത്യജീവന്റെ ദർശനമാണ്. നിത്യതയുടെ വെളിച്ചമാണ് നമ്മുടെ യുവജനങ്ങൾക്ക് ആവശ്യം, നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം. നിത്യതയുടെ ദർശനമാണ്. യോഹന്നാൻ സ്ലീഹ കാണുകയാണ്. ഈ തലമുറയോട്, ഈ കാലഘട്ടത്തോട് പ്രഖ്യാപിക്കുവാനുള്ള സുവിശേഷം എന്താണ്? നിത്യതയുടെ സുവിശേഷം, സനാതന സുവിശേഷം, ഇറ്റേണൽ ഗോസ്പൽ. അത് നിത്യതയുടെ സുവിശേഷമാണ്. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിൽ തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും അവസാനിച്ചു പോകാനുള്ളതല്ല നമ്മുടെ ഈ ജീവിതം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, അൾത്താരയിലോട്ട് നോക്കി. കർത്താവിന്റെ വചനത്തിനെ നമ്മോട് പ്രഖ്യാപിക്കുവാനുള്ള ഏറ്റവും ശക്തമായ സന്ദേശം എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിനപ്പുറം നമുക്ക് കർത്താവിനോട് കൂടെ ഒരു നിത്യമായ ജീവിതമുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ആയുസ് 80 വർഷമല്ല, 100 വർഷമല്ല, അല്ലെങ്കിൽ 75 വർഷമല്ല, 50 വർഷമല്ല. സഭയുടെ പ്രബോധനം, സഭയുടെ പഠനമനുസരിച്ച്, കർത്താവിൻ്റെ സത്യവചനമനുസരിച്ച്, ഈശോയിൽ വിശ്വസിക്കുന്ന, സഭയിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ആയുസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആയുസ്സാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ആ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് പറഞ്ഞേ, നമ്മുടെ ആയുസ് കർത്താവിന്റെ ആയുസ്സാണ്. പറഞ്ഞേ, നമ്മുടെ ആയുസ്. മനസ്സിലാവുന്നുണ്ടോ? വചനം പറയുന്നു 70 ഏറിയാൽ 80 എന്നൊക്കെ പറയും. അത് ഈ ലോക ജീവിതം. നമ്മൾ ഈ ലോകത്തിൽ തീർന്നു പോകാനുള്ളവരല്ല. ഈ ലോക ജീവിതത്തിനപ്പുറം കർത്താവിനോട് കൂടെ നമുക്കൊരു നിത്യതയുണ്ട്, ഒരു ഇറ്റേണിറ്റി. വചനത്തിന് നമ്മോട് പഠിപ്പിക്കാനുള്ള സത്യതാണ്. നമുക്കൊരു നിത്യതയുണ്ട്, നമുക്ക് നിത്യജീവനുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിത്യായുസ്സിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, നിത്യജീവനിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് സഭയുടെ വിശ്വാസമാണ്. അത് അപ്പോസ്തലന്മാർ വിശ്വസിച്ചു, അവർ പഠിപ്പിച്ചു. സഭാപിതാക്കന്മാർ ഇത് വിശ്വസിച്ചു, അവരത് ജീവിച്ചു. സഭയുടെ വിശുദ്ധരിത് വിശ്വസിച്ചു, അവരെ അതിനായി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. അപ്പം എൻ്റെ സഹോദരങ്ങളെ, നിത്യജീവൻ എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല, ഒരു തമാശ കഥയല്ല. അതൊരു നിത്യമായ സത്യമാണെന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ സത്യവചനത പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. പൗലോസ്ലിഹ സഭയെ പഠിപ്പിക്കുകയാണ്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം
7-ാം അധ്യായം 1-ാമത്തെ വചനം, 2 കൊരിന്ത്യൻസ് അവിടെ 7:1, 2 കൊരിന്തോസ് 7-ാം അധ്യായം 1-ാം വചനത്തിൽ എന്താണ് വചനം പഠിപ്പിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ച് എന്താ വചനം പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുമിച്ച് വായിച്ച്, പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ, ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ, നമ്മൾ വാഗ്ദത്തത്തിന്റെ ജനമാണ്. കർത്താവ് നമുക്ക് നല്ലൊരു അഡ്രസ് തന്നിട്ടുണ്ട്. നമ്മൾ വഴിയാധാരങ്ങളല്ല, നമ്മൾ അനാഥരല്ല, നമ്മൾ അനാഥത്വം അനുഭവിക്കേണ്ടവരല്ല. കർത്താവിന്റെ വാഗ്ദത്തത്തിന്റെ ജനമാണ് നമ്മൾ. നമുക്കൊരു പ്രോമിസ് ഉണ്ട്. എന്താണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വാഗ്ദാനം? 1, അവിടുത്തെ പരിശുദ്ധാത്മാവാണ്. 2, വചനം പഠിപ്പിക്കുന്നു. ഈ വചനം അവിടെ വെച്ച് 1 യോഹന്നാൻ 2:25 വരിക. 1 John chapter 2 verse 25. 1 യോഹന്നാൻ 2:25. നിങ്ങൾ വചനം ശ്രദ്ധിച്ചിരിക്കണം. എൻ്റെ പുറത്തിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ, ഓൺലൈനിലായി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഉണർവോടെ, ജാഗ്രതയോടെ കർത്താവിൻ്റെ വചനത്തിന് മുൻപിലായിരിക്കണം. ക്ഷീണവും തളർച്ചയൊക്കെ മാറ്റി ഉണർവോടെ ഇരുന്ന് നിങ്ങൾ ആ വചനം ഉറക്കെ വായിച്ച്, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്. ഈശോ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം എന്താണ്? നിത്യജീവൻ. ഒരു 10-25 പേര് കേൾക്കുന്ന സ്വരത്തിൽ ഉച്ചത്തിൽ എന്ന് പറഞ്ഞ്, ഈശോ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം എന്താണ്? ഒന്നുകൂടി പറ മക്കളെ, ഉറക്കെ പറഞ്ഞ്. എന്താണ് മോളെ? നിത്യജീവൻ. മക്കളൊക്കെ അഭിഷേകം പ്രാപിക്കണം. നിത്യജീവനാണ്. അതാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും മനോഹരമായ ശ്രേഷ്ഠമായ വാഗ്ദാനം എന്ന് പറയുന്നത് നിത്യമായ ജീവിതമാണ്, നിത്യജീവനാണ്. അതുകൊണ്ടാണ് പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നത്. റോമാക്കാർക്ക് എന്നുള്ള ലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വചനം, റോമൻസ് ചാപ്റ്റർ 6 വേഴ്സ് 23, 6:23. എൻ്റെ യുവജനങ്ങളും കുഞ്ഞുങ്ങളൊക്കെ ഉണർവോടെ വചനം ശ്രദ്ധിക്കണം. എന്താണ് മക്കളെ ദൈവത്തിന്റെ വചനം പറയുന്നത്? കണ്ടോ, ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. എന്താണ് ദൈവത്തിന്റെ ദാനം? എന്താ ദൈവത്തിന്റെ ദാനം? കർത്താവിന്റെ ഏറ്റവും മനോഹരമായ ദാനം നിത്യജീവനാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം എന്താണ്? നിത്യജീവനാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ്, നമുക്കൊരു നിത്യതയുണ്ട്. ഉറക്കം പറഞ്ഞ്, നമുക്കൊരു നിത്യതയുണ്ട്. പറഞ്ഞ്, നമുക്ക് നിത്യജീവനുണ്ട്. നമ്മൾ ഇവിടെ അവസാനിക്കാനുള്ളവരല്ല. നമ്മള് ഈ ലോക ജീവിതത്തിനപ്പുറം നമ്മുടെ കർത്താവിനോട് കൂടെ നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം, പരിശുദ്ധ സഭ നമ്മളെ ഒരുപോലെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ആ വചനത്തിലോട്ട് വരിക. 2 കൊരിന്തോസ് 7:1 വരിക. അവിടെ എന്താ പറയുന്നത്? കണ്ടോ, ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ, നിത്യജീവൻ നമുക്കുള്ളതിനാൽ നമ്മൾ എന്ത് ചെയ്യാനാ പറയുന്നത്? കണ്ടോ, നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തെ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, എൻ്റെ ദമ്പതിമാരൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തെ മലിനപ്പെടുത്തുന്ന, നമ്മുടെ മേൽ പകരപ്പെടുന്ന ദൈവകൃപയെ ക്ഷയിപ്പിച്ചു കളയുന്ന, ദൈവാത്മാവിന്റെ സാന്നിധ്യത്തെ ദുർബലമാക്കുന്ന അശുദ്ധികള്, ജഡീകതകള്, ലോകമോഹങ്ങള്, പാപത്തിന്റെ മ്ലേച്ഛതകള്, തിന്മകള്, വഴിവിട്ട ബന്ധങ്ങള്, ലൈംഗികമായ അരാജകത്വങ്ങള്, അവിശ്വസ്തതകള്, എല്ലാവിധ അശുദ്ധികള്, ദുഷിപ്പുകള് വചനം പഠിപ്പിക്കുക. ഇതിൽ നിന്നെല്ലാം നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. നാം നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. കാരണം നമുക്ക് നിത്യജീവനുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ ദുഷിപ്പിക്കുന്ന, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്. നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും എല്ലാവിധ അശുദ്ധികളിൽ നിന്ന്, എല്ലാവിധ മലിനതകളിൽ നിന്ന്, പാപമ്ലേച്ഛതകളിൽ നിന്ന് നാം നമ്മളെ തന്നെ എൻ്റെ സഹോദരങ്ങളെ, ഈ രാത്രി അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കുക, നമ്മുടെ തലമുറകളെ ശുദ്ധീകരിക്കുക, നമ്മുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കുക. ഏതിൽ നിന്ന്? എല്ലാവിധ അശുദ്ധികളിൽ നിന്ന്, സകലവിധ മ്ലേച്ഛതകളിൽ നിന്ന്,
ലോകത്തിൻ്റെതായ ദുഷിപ്പുകളിൽ നിന്ന്, നമ്മുടെ ആത്മാവിന് രക്ഷയെ തടസ്സപ്പെടുത്തുന്ന സകലവിധ പാപങ്ങളിൽ നിന്ന് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്.